എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് സെഷൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 5 വീഡിയോകളിലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഒരേ ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അത് എങ്ങനെയാണ്, ഏത് മെത്തേഡിലാണ്, അതായത് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സെൻറ്റൻസുകളായി ഇംഗ്ലീഷിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ കുറേ എക്സാമ്പിൾസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 5 വീഡിയോസ് അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പ്രാക്ടീസ് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ടൈം പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെയും നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾക്ക് എങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മളിനി ഭാവിയിൽ ഫ്യൂച്ചർ നമ്മൾ കാര്യങ്ങൾ ഇനി എങ്ങനെ ചെയ്യും എന്ന രീതിയിൽ സംസാരിക്കുവാനുമായിട്ടും നമ്മളിനി എങ്ങനെയാണ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെർബിന് 3 ഫോംസാണുള്ളത്: ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. ശരിയല്ലേ? അപ്പോൾ ഈ വെർബിൻ്റെ എന്നിട്ട് കുറേ സിമ്പിളായിട്ടുള്ള കുറേ വെർബുകൾ വെച്ചിട്ട് ഞാനത് കുറേ സെൻറ്റൻസുകൾ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, വെർബിൻ്റെ അപ്പോൾ ഒരു വെർബിന് സാധാരണഗതിയിൽ എത്ര ഫോംസാണുള്ളത്? വെർബിന് 3 ഫോംസാണുള്ളത്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് V1, V2, V3. വെർബിൻ്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ്, അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു 5 വെർബ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണത്? 1 ഗോ, 2 കം, 3 പ്ലേ, 4 ഈറ്റ്, 5ാമത്തത് കോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ്ങുകളൊക്കെ, ഫസ്റ്റ് ഫോമിൻ്റെ മീനിങ്ങുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഫസ്റ്റ് ഫോമിന് എന്താണ്, നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാനാണ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്താണ്? അത് നമ്മൾ ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി. വെർബിൻ്റെ തേർഡ് ഫോം ആണെന്നുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്? നോക്കിക്കോളൂ, എന്താണ്, ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫോം എടുക്കുവാണെങ്കിൽ ഗോ അല്ലേ, ആ ഗോയുടെ അർത്ഥം മീനിങ് ഗോ അല്ലെങ്കിൽ ഗോസ്. എന്തുകൊണ്ടാണെന്നറിയാലോ ഗോയും ഗോസും എഴുതിയത്? സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ SORES വേണം, പ്ലൂറലാണെങ്കിൽ വേണ്ട. അതോടൊപ്പം തന്നെ IU ഇവ സബ്ജക്റ്റായിട്ട് വന്നാലും SORES വേണ്ട. അതുകൊണ്ടാണ് നമ്മളവിടെ ഗോ അല്ലെങ്കിൽ ഗോസ് എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഗോ അല്ലെങ്കിൽ ഗോസ് എന്താ അർത്ഥം? അതായത് അത് പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട്. ഓക്കെ, കം വരുന്നു വരാറുണ്ട്, പ്ലേ കളിക്കുന്നു കളിക്കാറുണ്ട് അല്ലേ, ഈറ്റ് ആണെങ്കിൽ കഴിക്കുന്നു കഴിക്കാറുണ്ട്, കോൾ ആണെങ്കിൽ വിളിക്കുന്നു വിളിക്കാറുണ്ട്. അപ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കോമൺ ആയിട്ടുള്ള മീനിങ് എന്താണ്? വെർബിൻ്റെ ഫസ്റ്റ് ഫോമിനുള്ള കോമൺ ആയിട്ടുള്ള മീനിങ് നമുക്ക് പൊതുവേ വെർബിൻ്റെ എല്ലാ ഫസ്റ്റ് ഫോമിനും ഒറ്റ മീനിങ് ആണുള്ളത്. എന്ത്? ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വെർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലേ, വെൻറ്റ് പോയി, കെയിം വന്നു അല്ലേ, പ്ലേറ്റ് കളിച്ചു, എയ്റ്റ് കഴിച്ചു, കോൾഡ് വിളിച്ചു. കണ്ടോ? അപ്പോൾ വെർബിൻ്റെ സെക്കൻഡ് ഫോമിന് കോമൺ ആയിട്ടുള്ള മീനിങ് എന്താണ്? പൊതുവെയുള്ള മീനിങ് എന്താണ്? ചെയ്തു. ഓക്കെ, ഇനി വെർബിൻ്റെ തേർഡ് ഫോം എടുക്കാം. ഗോൺ പോയിട്ടുണ്ട്, കം വന്നിട്ടുണ്ട് അല്ലേ, പ്ലേറ്റ് കളിച്ചിട്ടുണ്ട് അല്ലേ, ഈറ്റൺ കഴിച്ചിട്ടുണ്ട് അല്ലേ, കോൾഡ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വെർബിൻ്റെ തേർഡ് ഫോമിന് കോമൺ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് എന്ന മീനിങ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളാണ്, എല്ലാവർക്കും നമുക്കറിയാം. എന്തറിയാം? ഇപ്പോൾ നമുക്ക് പൊതുവേ ഒരു കാര്യം മനസ്സിലായി. ചെയ്യുന്നു ചെയ്യാറുണ്ട് എന്ന് പറയണമെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം എടുക്കുക. ചെയ്തു എന്ന് പറയാനാണെങ്കിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോം എടുക്കുക. ഇനി ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ വെർബിൻ്റെ തേർഡ് ഫോം എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ചെറിയ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നമ്മൾ ഈ വെർബിൻ്റെ തേർഡ് ഫോം നമ്മളങ്ങ് ഒഴിവാക്കുന്നു. കാരണം അതായത് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് അത് 1-2 കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി സ്പെസിഫൈ ചെയ്ത് പഠിച്ച് മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനത് മറ്റൊരു സെഷനിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ വെർബിൻ്റെ തേർഡ് ഫോം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇന്നിവിടെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. എന്ത് കമ്പയർ ചെയ്യുന്നു? അതായത് നമ്മൾ ചെയ്യുന്നു ചെയ്യാറുണ്ടോ നമ്മൾക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം, ചെയ്തു എന്ന രീതിയിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം, അതോടൊപ്പം ചെയ്യും ഫ്യൂച്ചറിൽ. അത് നമുക്ക് ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ പുതിയ ഒരു കാര്യം കൂടെ കൊണ്ടുവരികയാണ്, അത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി. അതായത്
ഞാൻ പറഞ്ഞു നമ്മൾ ആ വെർബിൻ്റെ തേർഡ് ഫോം ഇവിടെ ഒഴിവാക്കി. ഇനി നമ്മളിവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിൽ പ്ലസ് V1, അതായത് വില്ലും അതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം കൂടെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇത് നമ്മളപ്പോൾ എന്തൊക്കെയായി ഇവിടെ, V1 ആയി, V2 ആയി, വിൽ പ്ലസ് V1 ആയി. ഇത് വെർബിൻ്റെ നാലാമത്തെ ഫോമൊന്നുമല്ല, അത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വെർബിൻ്റെ ഫോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. ഇത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. വെർബിനാകെ 3 ഫോംസേ ഉള്ളൂ, V1, V2, V3. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് V3 ഞാൻ ഒഴിവാക്കി, വിൽ പ്ലസ് V1 കൊണ്ടുവന്നു. എന്താണ്, അതായത് ഫ്യൂച്ചർ പറയാനായിട്ടാണ്, ചെയ്യും എന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാം. എന്താണ്, നമ്മളവിടെ വിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടാൽ മതി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു. ചെയ്തു എന്ന് പറയാനായിട്ട് വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ എന്ത് കാര്യങ്ങളായാലും നമ്മൾ ചെയ്യും എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ V1 എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചതുപോലെ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ എസ് ഓർ എസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗോ ആണെങ്കിൽ ഗോ എന്ന് തന്നെ ഉപയോഗിക്കാം. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ ഗോസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ഏത് തന്നെയായാലും നമ്മൾ അതിൻ്റെ കൂടെ വിൽ പ്ലസ് V1 ചേർക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു റൂൾ, ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിത് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസുകൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ഫസ്റ്റ് പിന്നെ വെർബ് ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗോ എന്ന് പറയുന്ന വെർബ്. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നു, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. സിമ്പിളാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും, ഐ അല്ലേ. അപ്പോൾ ഐ ആയതുകൊണ്ട് ഇവിടെ എസ് ഓർ എസ് വേണ്ട, ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. ശരിയല്ലേ? ഇനി അടുത്ത സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്താണ്, നമ്മൾ കഴിഞ്ഞ കാര്യം അല്ലേ. നമ്മളിപ്പോൾ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കമ്പയർ ചെയ്ത് നമ്മൾ അതിൻ്റെ പാസ്റ്റിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്ന് പറയണം. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഇനി ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. എങ്ങനെ, സിമ്പിൾ. എന്താണ്, വെർബിൻ്റെ സെക്കൻഡ് ഫോം എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി, വെൻഡ് അല്ലേ. ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഓക്കെ, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഈസിയാണ് അല്ലേ. ഇനി അവിടെ നോക്കിക്കോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ V1 ചെയ്യുന്നത് പോലെ ഇവിടെ സബ്ജക്റ്റ് നോക്കേണ്ട കാര്യമില്ല. എസ് ഓർ എസ് വേണോ വേണ്ട അതൊന്നുമില്ല. വെൻറ്റ് ഗോയുടെ സെക്കൻഡ് ഫോം അതെങ്ങനെയാണോ അതും കിട്ടാൽ മതി, വെൻറ്റ്. മനസ്സിലായല്ലോ? ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയി. ഇനി ഞാൻ നാളെ സ്കൂളിൽ പോകും. ഈസിയാണ് അല്ലേ. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. എന്ത് ഈസിയാണ് അല്ലേ. ഇനി അതേപോലെ നമുക്ക് അടുത്ത ഒരു പിന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. കം വെർബ് എടുത്ത് അടുത്തൊരു വെർബ്, അതായത് കം എന്ന് പറയുന്ന വെർബ് അല്ലേ. അവൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നമ്മളെങ്ങനെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, അതായത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഷീ കംസ് ഹിയർ എവരി ഡേ. എന്തുകൊണ്ടാണ് കം അല്ലേ, അവിടെ എസ് ഓർ എസ് വേണം, ഷീ ആയതുകൊണ്ട്. ഷീ കംസ് ഹിയർ എവരി ഡേ, അവൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അവൾ ഇന്നലെ ഇവിടെ വന്നു, എങ്ങനെ പറയാം, ഷീ കെയിം ഹിയർ യെസ്റ്റർഡേ. കണ്ടോ, അപ്പോൾ V2, അവൾ ഇന്നലെ ഇവിടെ വന്നു, ഷീ കെയിം ഹിയർ യെസ്റ്റർഡേ. അവൾ നാളെ ഇവിടെ വരും, ഷീ വിൽ കം ഹിയർ ടുമോറോ. ഓക്കെ, ഈസി അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ വെർബ് നോക്കിയേ, പ്ലേ അല്ലേ. പ്ലേ, ഇപ്പോൾ ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. എങ്ങനെ പറയാം, ഞങ്ങൾ വി ആണ്, അപ്പോൾ വി പ്ലേ അല്ലേ. വി പ്ലേ ക്രിക്കറ്റ് വൺസ് ഇൻ എ വീക്ക്, ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ക്രിക്കറ്റ് കളിച്ചു. എങ്ങനെ പറയാം, വി പ്ലേഡ്. സെക്കൻഡ് ഫോം എടുക്കുന്നു, വി പ്ലേഡ് ക്രിക്കറ്റ് ലാസ്റ്റ് സൺഡേ, ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ക്രിക്കറ്റ് കളിച്ചു. ഞങ്ങൾ ഇനി നാളെ ക്രിക്കറ്റ് കളിക്കും. എങ്ങനെ പറയാം, വി വിൽ പ്ലേ ക്രിക്കറ്റ് ടുമോറോ. കണ്ടോ, അപ്പോൾ ചെയ്യാറുണ്ട് എന്നതിന് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എസ് ഓർ എസ് വേണം, ചിലയിടത്ത് വേണ്ട. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയാനായിട്ട്, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. ഇനി ഫ്യൂച്ചർ സംസാരിക്കാനായിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം, അതിൻ്റെ കൂടെ ഒരു വില്ലും കൂടെ ചേർത്താൽ മതി. ശരിയല്ലേ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് അല്ലേ. ഞാൻ എല്ലാ ദിവസവും റൈസ് കഴിക്കാറുണ്ട്. എങ്ങനെ പറയാം, ഐ ഈറ്റ് റൈസ് എവരി ഡേ അല്ലേ. ഞാൻ ഇന്നലെ റൈസ് കഴിച്ചു. ഐ ഏറ്റ് റൈസ് യെസ്റ്റർഡേ, ഞാൻ നാളെ റൈസ് കഴിക്കും. ഐ വിൽ ഈറ്റ് റൈസ് ടുമോറോ. സിമ്പിൾ അല്ലേ. കോൾ അല്ലേ. എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട്. എങ്ങനെ പറയാം, മൈ ഫാദർ കോൾസ് മീ എവരി ഡേ അല്ലേ. എൻ്റെ അച്ഛൻ കഴിഞ്ഞ ശനിയാഴ്ച എന്നെ വിളിച്ചു. മൈ ഫാദർ കോൾഡ് മീ ലാസ്റ്റ് സാറ്റർഡേ, കഴിഞ്ഞ ശനിയാഴ്ച എന്നെ വിളിച്ചു. ഇനി എൻ്റെ അച്ഛൻ അടുത്ത വെള്ളിയാഴ്ച എന്നെ വിളിക്കും. എങ്ങനെ പറയാം, മൈ ഫാദർ വിൽ കോൾ മീ നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റൻസുകൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കണം. നമ്മൾ ഇപ്പോൾ ചെയ്യാറുണ്ടെന്ന് പറയണം, ആ സെയിം സെൻറ്റൻസ് തന്നെ ചെയ്തു എന്ന് പറയണം. ഇനി ആ സെയിം സെൻറ്റൻസ് തന്നെ നമ്മൾ ഇനി ചെയ്യും എന്നും പറയണം. ഓക്കെ, നമ്മളിത് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സെൻറ്റൻസുകളും വെർബുകളും സബ്ജക്ട്സുകളും മാറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുക, കുറച്ച്
വെർബുകൾ, അതായത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് വെർബുകൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ആവർത്തിച്ച് കാണാതെ പഠിക്കരുത്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഇത്, വെർബിൻ്റെ സെക്കൻഡ് ഫോം ഇത്, വെർബിൻ്റെ തേർഡ് ഫോം ഇത്, ഇങ്ങനെ ഒരിക്കലും കാണാതെ പഠിക്കുകയും ചെയ്യരുത്. എന്താണ്, നമ്മൾ സെൻറ്റൻസുകളിലൂടെ ആവർത്തിച്ച് വീണ്ടും എന്ത് ചെയ്യുക, ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ വേണം നമ്മുടെ ഇത് മനസ്സിലേക്ക് കയറാനായിട്ട്, അല്ലാതെ ഇത് കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. അങ്ങനെ നമ്മൾ കുറച്ച് വെർബുകളുടെ ഫസ്റ്റ് സെക്കൻഡും തേർഡ് ഫോം അറിയാമെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ചെയ്യാറുണ്ടെന്ന് പറയാം. കഴിഞ്ഞ പാസ്റ്റ് പറയാം, ഇനി ഫ്യൂച്ചർ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് മൂന്നുമല്ല നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത് അല്ലേ? നമുക്ക് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും അല്ലേ, പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങൾ പറയേണ്ടി വരും, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ ഇംഗ്ലീഷിൻ്റെ അതായത് ഏതൊരു ഭാഷയുടെയും ബേസ് ഇത് തന്നെയല്ലേ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എവിടെ പോയാലും ഇംഗ്ലീഷ് അത്യാവശ്യം നമുക്ക് ഒരു പരിധി വരെ, ടു സം എക്സ്റ്റെൻറ്റ് ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയും. ശരിയല്ലേ? അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഇത് നിങ്ങൾ സബ്ജക്ട്സുകളും വെർബുകളും മാറ്റിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്തെടുക്കുക. 1-2 എക്സാമ്പിളോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. എങ്ങനെ നമുക്ക് പറയാം? ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. എങ്ങനെ പറയാം? ചെയ്യാറുണ്ട് അല്ലേ? എന്താണ് അവിടുത്തെ വെർബ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡു. മനസ്സിലായോ? ഐ ഡു മൈ ഹോംവർക്ക് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ പറയാം? ഓടുകൂടി എന്ന് പറയുമ്പോൾ നമുക്കവിടെ ബൈ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നലെ നമുക്ക് എങ്ങനെ പറയാം ആ സെൻറ്റൻസ്? ഐ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബൈ 5 o'clock ഇൻ ദ ഈവനിങ് യെസ്റ്റർഡേ. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. ഇനി ഞാൻ പറയുന്നു, നാളെ ഒരു 6 മണിയോടുകൂടി ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യും. നമ്മളെങ്ങനെ പറയും? ഓക്കെ, ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക് ബൈ 6 o'clock ഇൻ ദ ഈവനിങ് ടുമാറോ. ഞാൻ നാളെ 6 മണിയോടുകൂടി എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യും. വളരെ ഈസി അല്ലേ? ഐ വിൽ എങ്ങനെയാണ് പറയുന്നത് ആ സെൻറ്റൻസ്? ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക് ഓർ ഐ വിൽ കംപ്ലീറ്റ് മൈ ഹോംവർക്ക് ബൈ 6 o'clock ഇൻ ദ ഈവനിങ് ടുമാറോ. ഞാൻ നാളെ 6 മണിയോടുകൂടി എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക, വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. ഫ്യൂച്ചർ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിൽ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യുക? മാക്സിമം സബ്ജക്ട്സുകളും മാക്സിമം വെർബുകളും മാറ്റിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസുമായിട്ട്, അതായത് നമുക്ക് പത്രങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ ഈ പ്രസൻറ്റും അതായത് ഇപ്പോൾ ചെയ്യാറുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്തു എന്ന് പറയുന്നതും ഇനി ഫ്യൂച്ചറിൽ ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള കുറേ എക്സാമ്പിൾസ് നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് അത് എക്സാമ്പിൾസ് എടുത്തിട്ട് നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ വരെ നമസ്കാരം.